മുണ്ടക്കൈ ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് വളരെ വേഗത്തിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന പരിപാടിക്ക് തുടക്കമായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിൽ വെച്ച് മുഹമ്മദ് നബീലിന് ആദ്യ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നു. നബീലിന് SSLC സർട്ടിഫിക്കറ്റാണ് കൈമാറിയത് അല്ലേ? അപ്പോൾ വീട് എവിടെയായിരുന്നു? മുണ്ടക്കൈ ഏത് ഭാഗത്തായിരുന്നു? മുണ്ടക്കൈ പള്ളിന്റെ കുറച്ച് താഴെ സീതമ്മക്കുണ്ടിന്റെ ഒരു ഏരിയയിലാണ് വീട് മുഴുവൻ പോയി. വീട് അങ്ങനെ പുഴയിലേക്ക് മറിഞ്ഞ് ഒറ്റപ്പോക്കും. വീട്ടുകാരൊക്കെ സേഫ് ആണല്ലോ? വീട്ടുകാരൊക്കെ തലേന്ന് തന്നെ ഞങ്ങള് മാറി. എല്ലാവരും ക്യാമ്പിലുണ്ട്? ക്യാമ്പിലുണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് ആവശ്യമായത് എങ്ങനെയാണ്? അത് ഞാന് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് CUET ചെയ്തിരുന്നു. അപ്പോൾ അത് റിസൾട്ട് വന്നു. അടുത്ത സ്റ്റെപ്പ് ഇനി അലോട്ട്മെന്റ് പ്രോസസ്സാണ്. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമായി ഓരോ യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഫേ പോയപ്പോൾ അവര് പറഞ്ഞത് ഇതില്ലാതെ ഒന്നും നടക്കൂല, ജാമ്യ മില്ല അത് അവിടെ ഒന്ന് കൊടുത്തിരുന്നു. അപ്പൊ അവിടെ കൊടുക്കണമെങ്കിൽ അത് സ്റ്റാർട്ട് ആയിക്കണ്, ഉടനെ ക്ലോസ് ആവുന്നൊക്കെ അറിയിപ്പ് കിട്ടിയപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അർജന്റായി വേണമെന്ന് പറഞ്ഞത്. ഇന്നലെ മന്ത്രി അറിയിച്ചു. മന്ത്രി അപ്പൊ തന്നെ അതിന് നടപടി ഉണ്ടാക്കിയല്ലേ? അതെ. എങ്ങനെയാണ് വളരെ വേഗത്തിൽ സാധ്യത? ഞാൻ ഇവിടെ ആദ്യം ഹെഡ് മാസ്റ്റർ ഇവിടുത്തെ അവരെ ശ്രദ്ധയിൽപ്പെട്ട് അവര് എന്തോ കത്ത് ഒക്കെ എഴുതി കവർ ലെറ്റർ ഒക്കെ എഴുതി അയച്ച്. അപ്പൊ ഇന്നലെ അവര് പറഞ്ഞ് മന്ത്രി വന്നിക്കണ്, അവരൊന്ന് പോയി കണ്ട കുറച്ചും കൂടി സ്പീഡാവുന്നു. അങ്ങനെ മന്ത്രിനെ കാണാൻ പോയപ്പോ മന്ത്രി ജസ്റ്റ് പോയിരുന്നു. പക്ഷെ ഒരു ജോയിന്റ് കമ്മീഷണർ പറഞ്ഞിട്ട് ഒരു ഗിരീഷ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. അയാള് എവിടെ ഉപരിപഠനം എവിടെയാണ്? ഉപരിപഠനം ഇനി അലോട്ട്മെന്റ് കഴിഞ്ഞ് ഇത് കിട്ടിയ എന്താണ് ഒരു ടാർഗറ്റും ലക്ഷ്യമൊക്കെ എങ്ങനെയാണ്? ICR വഴി അഗ്രികൾച്ചർ അങ്ങനെ പോകണം. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ വലിയ ആശ്വാസം നബീലിനും ഉണ്ടാവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നബീലിന് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ വളരെ വേഗത്തിൽ ഉണ്ടാവുകയും ഇതും പുനരധിവാസ പദ്ധതികളുടെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഭരണകൂടം കാണുന്നത്. വളരെ വേഗത്തിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ ആളുകൾക്ക് വളരെ വേഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം പരീക്ഷാ ഭവന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ഇന്ന് രാവിലെ തന്നെ നബീലിന് സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും താഴെ ചൂരൽമലയിലുമൊക്കെ ഈ വരുമാന മാർഗങ്ങളും ഉപജീവന മാർഗങ്ങളും ഒപ്പം ഈ സർട്ടിഫിക്കറ്റുകളും ഒക്കെ നഷ്ടപ്പെട്ട മുതിർന്ന ആളുകളുമുണ്ട്. അപ്പോൾ ആ മുതിർന്ന ആളുകളെ കൂടി കണ്ടെത്തി, അതായത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും ഒക്കെയായി അവർ സമ്പാദിച്ചു വെച്ച അവരുടെ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെ നഷ്ടമായ മുതിർന്ന ആളുകളുമുണ്ട്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഒരു ക്യാമ്പ് വരും ദിവസങ്ങളിൽ വളരെ വൈകാതെ തന്നെ വെക്കുമെന്നുള്ള ഒരു ഉറപ്പ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരൊക്കെ നൽകിയിരുന്നു. അതിനൊരു സെപ്പറേറ്റ് അദാലത്ത് അതിനു വേണ്ടി വെക്കും. എന്നിട്ട് ആവശ്യം എല്ലാവർക്കും ഈ വീട് നഷ്ടപ്പെട്ടതിലൂടെ ഇത്തരം രേഖകളൊക്കെ നഷ്ടമായ മുതിർന്ന ആളുകളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും നടപടികളും വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് നിലവിൽ അവിടെ വലിയ നാശനഷ്ടം നേരിട്ട, വലിയ നഷ്ടങ്ങൾ സംഭവിച്ച നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് സംസ്ഥാന ഭരണകൂടവും പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. ആ നടപടികളൊക്കെ വളരെ വേഗത്തിൽ നടക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സഞ്ജു പൊറ്റപ്പലിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ.